ഈ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങളേറെയായി. നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. എന്നാൽ അവസാനം ആരംഭിച്ച യുദ്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധമാണ്. ആ യുദ്ധം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഈ യുദ്ധം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസിനെ ഞങ്ങൾ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റും എന്നുള്ളതാണ്. എന്നാൽ യുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഹമാസിനെ തുരത്താൻ അല്ലെങ്കിൽ ഹമാസിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഇപ്പോഴും ഉണ്ടാകുമായിരുന്നില്ല, ഈ യുദ്ധം അവസാനിക്കുമായിരുന്നു. ഈ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹമാസിനെ തുരത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദഗതികൾ പൊളിച്ചടുക്കുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞടുക്കുന്ന ഓരോ സംഭവ വികാസങ്ങളുമാണ് അനുദിനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ സൈനിക വക്താവായിട്ടുള്ള ഡാനിയൽ ഹഗേരി. അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നുള്ളത്. കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ആ ആശയത്തെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നും ആരെങ്കിലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്താൽ അത് പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് എന്നാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവായിട്ടുള്ള ഡാനിയൽ ഹഗേരി പറഞ്ഞിരിക്കുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഡാനിയൽ ഹഗേരിയുടെ സ്റ്റേറ്റ്മെന്റ്. അതായത് നെതന്യാഹു ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് കേവലം പൊള്ളയാണ് എന്നും അവരെ ഇല്ലാതാക്കാൻ ഒരു തരത്തിലും നെതന്യാഹുവിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഹഗേരി പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ആ രാജ്യത്തിൻ്റെ സൈനിക വക്താവ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം. ഈ ഹഗേരി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഹമാസ് എന്ന് പറയുന്നത് അതൊരു ആശയമാണ്. ഈ ആശയത്തിലുള്ള ആളുകൾ ഓരോ ആളുകളും കൊല്ലപ്പെടുമ്പോൾ, ഇനി അവരുടെ ഭാഷയിൽ രക്തസാക്ഷിയാകുമ്പോൾ ഈ ആശയത്തിന് വീര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി താല്പര്യമുള്ള ഒരു സംഘടനയാണ് എങ്കിൽ ആ സംഘടനയിലെ ആളുകളെ കൊലപ്പെടുത്തിയാൽ ആ സംഘടനയെ ഇല്ലാതാക്കാം. പക്ഷേ ഒരു ആശയത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ഹമാസിന്റെ ഏതെങ്കിലും നേതാക്കളെ കൊന്നതുകൊണ്ട് മാത്രമാവില്ല. ഇനി ഹമാസിന്റെ നേതാക്കളെ കൊന്നാൽ ഹമാസിന്റെ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങൾ അത് കൂടുതൽ വീര്യത്തോടെ ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈ ഡാനിയൽ ഹഗേരി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇതിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും രംഗത്ത് വന്നിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഡാനിയൽ ഹഗേരിയുടെ ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഈ ഡാനിയൽ ഹഗേരി പറഞ്ഞതിനോട് വിപരീതമായി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു തർക്കം തന്നെ നടക്കുകയാണ്. അതായത് ഹമാസിനെ ഇല്ലാതാക്കാൻ പോയവർ ഇപ്പോൾ സ്വന്തമായി തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഈ ഡാനിയൽ ഹഗേരി നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നെതന്യാഹു പറഞ്ഞത് ഫലസ്തീനിലുള്ള അല്ലെങ്കിൽ ഗസയിലുള്ള ഓരോ ഇസ്രായേലി ബന്ദികളെയും ഞങ്ങൾ മോചിപ്പിക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരാഴ്ച മുമ്പ് ഇതേ ഡാനിയൽ ഹഗേരി പറഞ്ഞത് അങ്ങനെ ഒരു കാരണവശാലും ഇസ്രായേലിലെ പൂർണ്ണമായിട്ടുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിൽ ഇപ്പോൾ ഒരു തമ്മിൽ തല്ല് നടക്കുകയാണ്. അത് പ്രധാനമന്ത്രിയും സൈനിക വക്താവും തമ്മിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.